ഏതായാലും എനിക്ക് എൻ്റെതായ ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ ഉദ്ഘാടന ഭാഷണം ഉപയോഗിക്കുന്നത്. അത് പൂർണ്ണമായ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ആശയങ്ങൾ നിങ്ങളത് ഇവിടുത്തെ വെച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഈ നിലയിലാണ് പോകുന്നത്. ആരും ഭയങ്കര ഗൗരവത്തിലൊന്നും ഇരിക്കണമെന്നില്ല. വളരെ ലൈറ്റായിട്ട് ഇരുന്നാൽ മതി. വലിയ കാര്യങ്ങളൊന്നും പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ എൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും ഇരിക്കുകയും ഞാൻ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. 1-2 ആളുകളോട് അധ്യാപകരായിട്ടുണ്ട്. അവർക്കൊക്കെ തോന്നുന്നു ഒരുപക്ഷെ ഇയാൾ ഇപ്പോഴും അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ആവർത്തനം ഒരുപക്ഷെ ഫീൽ ചെയ്തേക്കാം. എങ്കിൽ പോലും നിങ്ങൾ കുഞ്ഞുങ്ങളോട് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ സയൻസാണ് കാര്യമായിട്ട് പഠിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്, സയൻസ് പഠിക്കുന്നു എന്നുള്ളത്. നമുക്കൊരു സയൻറ്റിഫിക് ടെമ്പർ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഏത് കാര്യത്തിൻ്റെയും അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കാനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ സയൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെയുള്ള ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല. SSLC വരെ മാത്രമേ ഞാൻ സയൻസ് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഹ്യൂമാനിറ്റീസിലെ വിഷയങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ എനിക്കുണ്ട് എന്ന് ഞാൻ സ്വയം പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. പത്രത്തിൽ വന്നതിന് ശേഷം ഞാൻ അന്ന് അക്ഷരം എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അക്ഷരം ഒരു പുൾ ഔട്ട് രൂപത്തിലാണ് അന്ന് ഇറങ്ങിക്കൊണ്ട്, ഒരു ചെറിയ മാഗസിനാണ് പുൾ ഔട്ട് എന്ന് പറയാം. ചെറിയ പേജ് മറയ്ക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അതിലൊരു പങ്ക്തി, സയൻസുമായി ബന്ധപ്പെട്ടൊരു പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ എന്നായിരുന്നു ആ പങ്ക്തിയുടെ പേര്. അതെൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ്, സയൻസിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അന്ന് ആ പങ്ക്തി ചെയ്തത്. വലിയ അറിവുമായി ബന്ധപ്പെട്ടൊന്നും ആയിരുന്നില്ല. അന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം, അത് ഇച്ചിരി പഴഞ്ചനാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിൽ പോലും ഞാൻ പറയാൻ പോകുന്ന ആശയം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല കണ്ടുപിടുത്തങ്ങളും യഥാർത്ഥത്തിൽ ഒരാളുടെ ബുദ്ധിയിൽ നിന്നോ അയാളുടെ ദീർഘകാലത്തെ ഗവേഷണത്തിൽ നിന്നോ മാത്രം ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ്. അപ്പം ചോദിക്കും, ഈ തലയിൽ ഇങ്ങനെ ആപ്പിൾ വീണപ്പോഴാണ് ഐസക് ന്യൂട്ടന് ഗ്രാവിറ്റിയെക്കുറിച്ച് മനസ്സിലായത് എന്ന് നമ്മൾ പറയും. പക്ഷെ അത് തലയിൽ വീണു എന്നുള്ളതൊരു ഇൻസിഡൻറ്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പോലെ അയാൾക്ക് തലയിൽ ആപ്പിൾ വീണില്ലെങ്കിലും മൂപ്പരെന്ത് ചെയ്യും, ഗ്രാവിറ്റി കണ്ടുപിടിക്കുമായിരിക്കും. കാരണം വെച്ചാൽ അദ്ദേഹം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഒരു സയൻറ്റിഫിക്കായ ഒരു ഇൻവെൻഷൻ നടത്തുന്നതിന് ഒരു ദൈവികമായ പ്രവൃത്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ളിൽ നമുക്ക് വിശദീകരിക്കാനാവാത്ത ചില ഘടകങ്ങളുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിനെയാണ് നമുക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അതൊട്ടും ഒരു പഴഞ്ചനായ ഒരു ഏർപ്പാടല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇളനീർ കഴിക്കുന്നു. ഇളനീരിങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ദ്വാരം നിങ്ങളിടുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ത്രഷോൾഡ്, ഒരു പുറത്തേക്കൊരു തള്ളൽ ആ വെള്ളത്തിനുണ്ടാവും. ഒന്ന്. രണ്ടാമത്, ആദ്യത്തെ തുള്ളി നിങ്ങളുടെ നാവിൽ വീഴുമ്പോൾ ഒരു ഇലക്ട്രിഫിക്കേഷൻ, എന്തോ ഒരു വൈദ്യുതി ഏറ്റമായിരിയാണ്. ശരിക്കുള്ള ഇളനീരായിക്കണം കേട്ടോ. നിങ്ങൾ ഈ വാടി ഇളനീരല്ല ഞാൻ ഈ പറയണത്. ശരിയായ ഇളനീർ കുടിക്കുമ്പോൾ നമ്മുടെ നാവിലേക്ക് എന്തോ ഒരു സാധനം വരും. ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേർതിരിച്ചെടുക്കാം. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് നോക്കാം. വെള്ളത്തിൻ്റെ അംശം നോക്കാം, ഗ്ലൂക്കോസിൻ്റെ അംശം നോക്കാം, അതിൻ്റെ ഊഷ്മ ലെവൽ നിങ്ങൾക്ക് നോക്കാം, ടെമ്പറേച്ചർ ലെവലൊക്കെ നോക്കാം. ബട്ട് ഈ നാവിന് എന്താണ് കിട്ടിയത്? ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സയൻസിൽ അങ്ങനെ ചിലതുണ്ട്, നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഒക്കില്ല. 45 വർഷമായി ഇവിടെ ജോലി ചെയ്യാന്ന് പറയാൻ പറ്റില്ല, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഫൈസി ഉസ്താദ്. അപ്പോൾ ഫൈസി ഉസ്താദിൻ്റെ കൈ ഞാൻ തൊടുമ്പോൾ, ഞാൻ മുസാഫഹത്ത് ചെയ്യുമ്പോൾ എനിക്ക് എന്തോന്ന് കിട്ടുന്നുണ്ട്. സംതിങ് ഈസ് ദെയർ. അതെന്താണ്? അത് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരാൾ ചിരിക്കുമ്പോൾ, ഒരാളെ തൊടുമ്പോൾ, ഒരാളെ അറിയുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെ പൂർണ്ണമായി നിങ്ങൾക്ക് മെറ്റീരിയലായി ഭൗതികമായി എന്താക്കാൻ പറ്റില്ല. ബോറടിച്ചു. ഇപ്പം തന്നെ
ഇല്ലല്ലോ, വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കണ്ടുപിടുത്തങ്ങൾ തന്നെയും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും. അപ്പം അത് വസ്തുതയാണ്. ഇപ്പം നമ്മളൊരാളുടെ ബന്ധം, ഒരാളുടെ മനസ്സ്, അപ്പം കുറേ കാര്യങ്ങൾ സബ്ജക്റ്റീവാണ്, എന്ന് വെച്ചാൽ മാനസികമാണ്, ആത്മനിഷ്ഠമാണ്. ചില കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ ഒബ്ജക്റ്റീവായിട്ടുള്ളൂ. ഇപ്പം എന്നെ എത്ര സ്നേഹിക്കണു എന്ന് ചോദിച്ചാൽ എത്ര കിലോഗ്രാം എന്ന് പറയാൻ പറ്റുമോ? 10 കിലോഗ്രാം. എൻ്റെ ഇപ്പം എന്നെ 10 കിലോഗ്രാം സ്നേഹിക്കണ്, എൻ്റെ അനിയനെ 8 കിലോഗ്രാമേ സ്നേഹിക്കുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് കനോട്ട് ബി. അത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അല്ലെങ്കിൽ അത് മീറ്ററിൽ അളക്കാൻ പറ്റുമോ? അത് എന്താ പറയുക, അളവിൽ അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്, ആത്മനിഷ്ഠമാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ മനുഷ്യരുമായി ഇടപഴകുന്ന വലിയൊരു മേഖലയും ആത്മനിഷ്ഠമാണ്. നമ്മൾ തിരിച്ചറിഞ്ഞ് പോകണം എന്നുള്ളതാണ്. ഇപ്പം എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? എക്സ്റേ കണ്ടെത്തിയ ആളെ പേരെന്താ? വെൽഹം റോൺജൻ എന്ന് പറഞ്ഞ കക്ഷിയാണ്. വെൽഹം റോൺജൻ. സത്യത്തിൽ മൂപ്പര് എക്സ്റേ കണ്ടെത്തി എന്ന് പറയാൻ പറ്റില്ല. മൂപ്പരനെ പറഞ്ഞിട്ടുണ്ടത് എക്സ്റേ കണ്ടെത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു ഹാളിനകത്ത് പല രശ്മികൾ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വെൽഹം റോൺജൻ. പല റേസ് ഇങ്ങനെ കടത്തിവിട്ടുള്ള പലതരം പരീക്ഷണങ്ങൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പരാതിപ്പെടും, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഇത് എല്ലാ സമയവും അത് അവിടെ തന്നെയാണ്. അപ്പോൾ ഈ സയന്റിഫിക് ടെമ്പറുള്ള മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത അതാണ്, അവരൊരു ആശയത്തിന് പിറകെ കൂടിയാൽ പിന്നെ കൂടുകയാണ്. ഒരു ലൈഫ് മുഴുവൻ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് പഠിക്കുന്നവരും ഗവേഷണം നടത്തുന്നവരും വിജ്ഞാന കുതികളായ മനുഷ്യരും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവർ വിട്ടച്ച് പോരില്ല, അവർ ഫെഡപ്പ്, അവർ തളർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇയാൾ അവിടെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫാദർ വന്നിട്ട് ഇദ്ദേഹത്തിനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, കഷ്ടമാണ്, നിങ്ങൾ ഇച്ചിരി പള്ളിയിലൊക്കെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പള്ളിയിലൊന്നും പോവില്ല, അത് വേറെ കഥ. അദ്ദേഹം ക്രിസ്ത്യനാണ്. അപ്പം ഈ ഭാര്യയും അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, പ്ലീസ് വീട്ടിലൊക്കെ കിടക്ക് വരണം, നിങ്ങൾ അവിടെ ഉറങ്ങുകയോ ഉണ്ണുകയോ അവിടെ തന്നെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ അവർ പരാതിപ്പെടും. പക്ഷേ ഇദ്ദേഹം അവിടെ തന്നെ ഇതേ പരിപാടിയാണ്. ഒരു ദിവസം വെളുത്ത പ്രതലത്തിൽ അയാളൊരു അസ്ഥികൂടം കാണുകയാണ്. സാറേ ഓവറാക്കണ്ട, എക്സ്ട്രാ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിക്കണ് എന്ന് നമ്മൾ ഇപ്പം പറയാം. നമുക്കത് എക്സ്ട്രാ ആണെന്ന് പറയാതെ എല്ലാവർക്കും ചിരിച്ചു തള്ളാം. പക്ഷെ അദ്ദേഹം ആദ്യമായി കൈപ്പത്തിയുടെ അസ്ഥികൂടം കണ്ടപ്പോൾ അയാൾ ആകെ ഞെട്ടിത്തരിച്ചുപോയി. ശരിക്കും അയാൾ പേടിച്ചുപോയി. ശരിക്കും പേടിച്ചു പറഞ്ഞാൽ ഭീകരമായി പേടിച്ചുപോയി. അദ്ദേഹത്തിന് ഒരു അസ്ഥികൂടമല്ലേ കാണുന്നത്, എന്താണ് ഈ പരിപാടി, ഇളകുന്ന അസ്ഥികൂടം. ഇയാൾ ആകെ വേജാറായി വീട്ടിലേക്ക് ഓടി വന്നിട്ട് അയാൾ എന്നെ പുതപ്പിച്ചു. അങ്ങനെ അയാൾ പൊതിച്ചിട്ട് മൂടിയാക്കി പനി പിടിക്കുമ്പോൾ ഇതേ ഫാദർ വന്നിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, നിങ്ങൾക്ക് പിശാചി ബാധ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയണത്, നിങ്ങളൊരു പിശാചിനെ കണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. അയാളെ ഇങ്ങനെ. പക്ഷേ അവിടെ ഞാൻ പറയണത് ഇതാണ്, ഒരു ഇൻവെൻഷൻ നടക്കുന്നത് വേറെ ആരോ പ്രവർത്തിക്കുകയാണ് ഈ ഇൻവെൻഷനകത്ത്. അദ്ദേഹം അതന്നെ വിശ്വസിക്കുന്നത്, എന്തോ കണ്ടു പേടിച്ചു എന്നാണ് മൂപ്പരും കരുതുന്നത്. പക്ഷെ പുതപ്പിനടിയിൽ നിന്നുകൊണ്ട് വെൽഹം റോൺജൻ ആലോചിച്ചു, എന്നാലും എന്താണ് അങ്ങനെ, അതെന്തായിരിക്കും? അതാണ് ഒരു സയന്റിഫിക് തോട്ട് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അയാൾ പുതപ്പ് മാറ്റുന്നു, ഭാര്യയോട് പറയുന്നു, ഞാൻ ഒന്നുകൂടി അവിടെ തന്നെ വർക്ക്ഷോപ്പിൽ ഒന്നുകൂടി പോയി നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവർ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് പിന്നെയും അവിടെ പോകുന്നത്, അവിടെ കുഴപ്പമുള്ള സ്ഥലമാണ്, അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നത്. പക്ഷെ അയാൾ തിരിച്ച് അവിടെ തന്നെ ചെല്ലുന്നു, അതേ കാര്യങ്ങൾ ആവർത്തിച്ച് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, ഒരു വലിയ വിശേഷപ്പെട്ട ഒരു രശ്മി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇറ്റ് ക്യാൻ ഫിയേഴ്സ് ദ ഫ്ലഷ് ആൻഡ് ടേക്ക് ദ ഫോട്ടോ ഓഫ് ബോൺസ്. അല്ലേ, എന്താണ് അസ്ഥിന്റെ പിക്ചർ എടുക്കാൻ പറ്റും, അത് തുളച്ചു കയറും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വെൽഹം റോൺജൻ കണ്ടെത്തിയെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പറ്റില്ല. വെൽഹം റോൺജൻ കണ്ടെത്തുകയല്ല ചെയ്തത്, വെൽഹം റോൺജനിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തതെന്ന് ഞാൻ വേണേ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണം അതിന് പിന്നിൽ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം ആ രശ്മികളുമായി ഇടപഴകുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ പറ്റിയത്. അങ്ങനെ അദ്ദേഹം നിന്ന നിൽപ്പിൽ അദ്ദേഹത്തിനൊരു പേരിടാൻ പറ്റാതെയാണ്, അയാളുടെ ഭാര്യയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും ഈ വിശേഷപ്പെട്ട രശ്മിക്ക് ഒരു പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എക്സ്റേ എന്ന് അദ്ദേഹം പേരിടുന്നത്. നിങ്ങൾ സയൻസ് പഠിക്കുന്നവർ വായിക്കുന്നതിൻ്റെ ഗുണം കൂടിയാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. വെൽഹം റോൺജനെ നിങ്ങൾക്കിപ്പോൾ പരിചയമുണ്ട്.
ഇപ്പോൾ പരിചയമുണ്ട്, നേരത്തെ പരിചയമില്ലായിരുന്നു. കാരണം എക്സ്റേ കണ്ടെത്തിയത് വെൽഹം റോൺസനാണെന്ന് നിങ്ങൾ കാണാതെ പഠിച്ചാൽ വേറെയും പലതും കണ്ടെത്തിയത് പഠിക്കുന്ന കൂട്ടത്തിൽ മറന്നുപോയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും മറന്നുപോയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് നിങ്ങളുടെ മനസ്സിൽ വരുന്നു, അയാൾ ഇറങ്ങി ഓടുന്നത് മനസ്സിൽ വരുന്നു, അയാൾ പുതപ്പിട്ട് മൂടിയത് മനസ്സിൽ വരുന്നു, അയാളുടെ ഭാര്യയോട് തർക്കിച്ചത് മനസ്സിൽ വരുന്നു, പേരിടാനാവാതെ കുഴങ്ങി എക്സ്റേ എന്ന് പേരെടുത്ത അത്രയും മനസ്സിൽ വരുന്നു. അപ്പം വെൽഹം റോൺസൺ നിങ്ങളുടെ കൂട്ടുകാരനായി മാറുന്നു. ഇതാണ് വ്യത്യാസം. സയൻസ് പഠിക്കുന്ന മനുഷ്യർ സയൻസ് മാത്രം പഠിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൻ്റെ എന്താ പറയുക സാഹിത്യവും അതിൻ്റെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ആയി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് സി രാധാകൃഷ്ണൻ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങൾ ഗംഭീരമായ എഴുത്തുകാരനാണ് സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ പഠിച്ചത് സയൻസാണ്. സേതു, പാണ്ഡവപുരമൊക്കെ എഴുതിയ സേതു പഠിച്ചിട്ടുള്ളത് കൊമേഴ്സാണ് അല്ലേ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ മലയാളമല്ല പഠിച്ചിട്ടുള്ളത്, സയൻസാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വായിക്കുന്നതിനും എഴുതുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിശാലമായ കാര്യങ്ങളിലേക്ക് ചെല്ലുന്നതിനും ഒന്നും സയൻസ് പഠനം ഒരു തടസ്സമേ അല്ല എന്ന് മാത്രമല്ല, സയന്റിഫിക് ടെമ്പറുള്ള മനുഷ്യന്മാർക്ക്, സയൻസ് പഠിക്കുന്ന മനുഷ്യന്മാർക്ക് കുറെ കൂടി ശാസ്ത്രീയമായും കുറെ കൂടി സാഹിത്യത്തിലേക്കൊക്കെ പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നമ്മളിവിടെ ഇന്ന് നടത്തുന്ന ഈ പരിപാടി മൊത്തത്തിൽ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ സ്വാഗത ബോറടിച്ചോ? അല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. സ്വാഗത ഭാഷകനൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു സർഗാത്മകമായൊരു ഇടമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സർഗാത്മകമായ ഇടമാണ്. എന്താണ് ഈ സർഗാത്മകത എന്ന് പറയുന്നത്? പ്രസിഡന്റൊക്കെ ഇരിക്കുന്നുണ്ട്, അത് അദ്ദേഹം കൂടി കേൾക്കട്ടെ. എന്താണ് ഈ സർഗാത്മകത? ഇന്നത്തെ ഒരു വാർത്തയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വളരെ കാര്യമായിട്ട് ഒരാൾ ദീപ എന്ന് പറഞ്ഞൊരു കക്ഷി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ കൈ മുറിഞ്ഞു, ഈ എന്താണ് വഞ്ചിപ്പാട്ട് മത്സരത്തിനിടെ കൈ മുറിഞ്ഞു, ഒരു പെൺകുട്ടിയുടെ കൈ മുറിഞ്ഞു. അത് ഈ വള പൊട്ടുന്നതുകൊണ്ടാണ് അത് മുറിയുന്നത്. വള പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല മുറിവുണ്ടാവും. നിങ്ങൾ വിചാരിക്കും ചെറിയ മുറിവ് അല്ല ഉണ്ടാവുക, അത് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഞരമ്പ് മുറിയാൻ മാത്രമുള്ള മുറിവ് തന്നെ ഉണ്ടാവും. ഈ മുറിവ് പറ്റിയിട്ടും ഇവർ ഈ മത്സരം തുടരുകയാണ്. മത്സരം തുടരുന്നു. ഇവർ കൈ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ, അവരുടെ ഉടുപ്പ് മുഴുവൻ ചോരയാണ്. അതിൻ്റെ പടമുണ്ട്, അവരുടെ മുഖം മറച്ചാണ് ആ പടം വന്നിട്ടുള്ളത്. മുഴുവൻ ചോരയാണ്. അത്രയും വെളുത്ത ഡ്രസ്സാണ് അതിന് ഇടേണ്ടത്. നമ്മൾ ഈ കേരളീയ വേഷം എന്നാണ്. കേരളീയ വേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേഷമൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് ഒരു വിഭാഗം ആളുകൾ ധരിച്ചുകൊണ്ടിരുന്ന വേഷം. ഓക്കെ, ഈ വേഷം ധരിച്ചുകൊണ്ടാണ് ഇവർ ഈ ഇത് ചെയ്യുന്നത്. മുഴുവൻ ചോരയായിട്ടും ആ മത്സരം നിർത്തുന്നില്ല എന്നുള്ളതാണ്. കൂടെയുള്ള മത്സരാർത്ഥികൾ അവരെ നിർത്താനോട്ട് സമ്മതിക്കുന്നുമില്ല. അവരും കൈകൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ കണ്ടുകൊണ്ടിരുന്ന ജഡ്ജസ് പറയുന്നില്ല മത്സരം നിർത്തൂ എന്ന് പറയുന്നില്ല. അവിടെ കൂടിയിരുന്ന അധ്യാപകർ ആരും പറയുന്നില്ല. ഈ ചോര കണ്ടിട്ടും ആ കലാപ്രവർത്തനം എന്ന് പറയുന്ന സംഗതി മുന്നോട്ട് പോകുന്നു. വഞ്ചിപ്പാട്ടൊരു സർഗാത്മകമായ ആവിഷ്കാരമാണ്. എന്നാൽ ചോര വീണിട്ടും നിൽക്കാത്ത മത്സരബോധമാണ് വഞ്ചിപ്പാട്ടിനുള്ളതെങ്കിൽ അത് സർഗാത്മകമായ ഒന്നല്ലാതായി മാറുന്നു. അപ്പൊ സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനുഷ്യനെ മറന്നുള്ള ഒന്നേ അല്ല. നിങ്ങളൊരു ഗംഭീര പാട്ടുകാരനാണ്, വലിയ പാട്ടുകാരനാവുന്നു. പക്ഷെ നിങ്ങൾ രാവിലെ നിങ്ങളുടെ പാട്ടിന് നിങ്ങളെ വിളിക്കാൻ വരുന്നു, കാറിൽ വരുന്നു, നിങ്ങൾ ആ കാറിൽ കയറി പോകുന്നു. പിന്നെയും രാത്രി വൈകുവോളം നിങ്ങൾ പലയിടങ്ങളിലായി പാട്ടുപാടി ആളുകളെ ആനന്ദിപ്പിക്കുന്നു. നിങ്ങൾ തിരിച്ചു വരുന്നു, വീട്ടിൽ കിടന്നുറങ്ങുന്നു. നിങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ മനുഷ്യനെ പോലും നോക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു ആ പാട്ടുകാരൻ സർഗാത്മകമായ ആവിഷ്കാരമുള്ള ഒരാളേ അല്ല എന്ന്. നമ്മുടെ പല യുവജനോത്സവങ്ങളും പല സംഗതികളും ഈ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള മാത്സര്യമാണ് എന്തിനു വെക്കുന്നത്, ഈ കലാപ്രവർത്തനമായി കൊണ്ടാടുന്നത്. അത് പ്രശ്നമാണ്. ഞാൻ പറയുന്നു സർഗാത്മകത എന്ന്. ഇപ്പം സ്കൂളിനെ കുറിച്ചുള്ള ഏറ്റവും ഗംഭീരമായ ഒരു ചൊല്ല് ഏതാണ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓൾ ചിൽഡ്രൻ വാക്ക് ടു സ്കൂൾ ആൻഡ് റൺ ഹോം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് നടന്നു പോവുകയും സ്കൂൾ വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്നു. എന്താ ഈ സംഭവം? എന്താണത്? അത് ശരിക്കും നടന്നു പോകുക എന്ന് പറഞ്ഞാൽ ബസ്സിനല്ലേ പോകുന്നത്, ഇപ്പോൾ നടന്നല്ലല്ലോ സർ പോകുന്നത്. എന്താണ്? ആ മനോഭാവമാണ്. യെസ്, ആ മനോഭാവമാണ്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത്. ആ മനോഭാവമാണ്. എന്താണ് ആ മനോഭാവം? ഇന്നിപ്പോൾ എംപോസിഷൻ എഴുതണോ, ഇന്നിപ്പോൾ ഈ സാധനം പഠിക്കണോ, അയ്യോ ആവൂല്ല, മറ്റേ ടീച്ചറെ കാണണം, അടുത്ത ടീച്ചറെ കാണണം എന്നുള്ളൊരു കുട്ടികൾ നടന്നാണ് പോണത്, മടുത്തു നിലയിലാണ് പോണത്. എന്നാൽ ക്ലാസ് വിട്ട് അങ്ങനെയല്ല. ക്ലാസ് വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ബേസ്റ്റിംഗ് ഔട്ട് ഫ്രം ദ ക്ലാസ് റൂം. ജനഗണമന അതിനായക എന്നുള്ളത് മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും ഈ സാധനമൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങും. രാജ്യദ്രോഹമൊന്നുമില്ല അതിനകത്ത്. ആ പറഞ്ഞതിൽ ഈ സാധനമൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങും. ക്ലാസ് നിന്ന് തുറന്ന് വിട്ട മാതിരിയാണ്. ഭയങ്കരമായിട്ടുള്ള ആവേശത്തിലാണ് പോവുക.
അപ്പൊ ഈ ക്ലാസ് മുറിയിൽ നിന്ന് ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോവുകയും ക്ലാസ് മുറി വിട്ട് ഓടിപ്പോവുകയും ചെയ്യുന്നത്? ഇപ്പൊ ഞങ്ങളെ പത്രാഫീസിലേക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് നാളെ സ്കൂൾ ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. അല്ലേ, ഇടുക്കിയിൽ മഴ പെയ്യും, അപ്പം കോഴിക്കോട്ടെ കുട്ടി വിളിക്കുമല്ലോ, സാറേ ഞങ്ങൾക്ക് അവധിയുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് അവധിയില്ല, അത് റിലീസാണ്, ഇത് പിന്നെ കളക്ടർ നേരിട്ട് തരുന്ന വാർത്തയാണ്, ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ ഒക്കില്ല എന്ന് പറയും. അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞ് പിന്നെയും വിളിക്കും, ഹലോ സാറേ ഞാൻ നേരത്തെ വിളിച്ച ആളെന്നാണ്, നിങ്ങൾ ഒന്നും കൂടി നോക്കി ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ഇല്ല എന്ന് പറയും. അപ്പോൾ മൂപ്പര് പറയുന്ന ഒരു സൈങ് ഓഫ് ഡിസ്മേ, എന്താണ് ഒരു നിരാശയുടെ നിശ്വാസം നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. എന്നിട്ട് പറയുന്നത് കേൾക്കാം, നമ്മളോട് പറയുന്നതല്ല, അറിയാണ്ട് പറഞ്ഞു എന്നാണ്, ഞങ്ങളെ കളക്ടറെ എന്തിനു കൊള്ളും, ഞങ്ങളെ കലക്ടറെ എന്തിനു കൊള്ളും. എന്തുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്നത്? സ്കൂൾ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇഷ്ടമാവുന്നത് എന്തുകൊണ്ടാണ്? ആർട്സ് ഡേ അന്ന് എല്ലാവർക്കും ഒരു പ്രശ്നമില്ല, ഓടിപ്പോകുന്നു. യൂത്ത് എന്താ പറയുക, നിങ്ങളുടെ പഠനയാത്രയുടെ അന്ന് എല്ലാവരും ഓടിപ്പോകുന്നു. പിന്നെ കായികോത്സവത്തിൻ്റെ അന്ന് ഓടിപ്പോകുന്നു. എന്നാൽ പഠിക്കാൻ മാത്രം എന്തുകൊണ്ടാണ് ആളുകൾ നടന്നു പോകുന്നത്? ക്ലാസ് മുറി സർഗാത്മകമാകാത്തത് കൊണ്ടാണ് എന്ന് പറയും. സർഗാത്മകമാകാത്തത് കൊണ്ടാണ്, നിങ്ങളെ പങ്കെടുപ്പിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ ആരും അങ്ങനെ ആവിട്ടതായിട്ട് ഇപ്പോൾ ഇതിരെ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത്രയും നേരമുള്ള സംസാരം സർഗാത്മകമായിരുന്നു എന്നാണ്. കാരണം എന്താണ്? നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറാകുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, പരമാവധി നിങ്ങൾ അതിനോട് നിൽക്കുന്നു. അപ്പോൾ ആ ഡിസ്കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങളെ എങ്ങനെയോ പങ്കെടുപ്പിക്കുന്നുണ്ട്, അത് നിങ്ങളെ തൊടുന്നുണ്ട്, നിങ്ങളെ ക്ലാസ് മുറിയെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പം C6H12O6 എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ എന്താണ്, ശാസ്ത്രനാമമാണ് അല്ലേ, രാസവാക്യമാണ്. പക്ഷേ അത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഒക്കില്ല. എന്നാൽ എനിക്ക് പനി പിടിച്ചപ്പോൾ കയറ്റിയ സാധനത്തിൻ്റെതാണെന്ന് ഓർത്താൽ ഒരുപക്ഷെ കിട്ടിയെന്ന് വരും അല്ലേ. അപ്പോൾ ഒരു കാര്യത്തെ എന്താണ് സർഗാത്മകമായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോൾ പാട്ടുപാടൽ മാത്രമല്ല സർഗാത്മകത, കഥ പറയൽ മാത്രമല്ല സർഗാത്മകത, ചിത്രം വരയ്ക്കൽ മാത്രമല്ല സർഗാത്മകത, മനുഷ്യരെ ടച്ച് ചെയ്യലാണ് സർഗാത്മകത. ഒരു മനുഷ്യനിൽ സ്വാധീനം ഉണ്ടാക്കലാണ് സർഗാത്മകത. ഞാൻ ഒറ്റ ഉദാഹരണം നിങ്ങളോട് പറയാം. അത് പക്ഷേ ഞാൻ തന്നെയും പലയിടങ്ങളിലായി പറഞ്ഞ് പഴകിപ്പോയതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി പറയും. ഇപ്പോൾ മദ്രസകളെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയം അതുകൊണ്ട് അതൊന്നും കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായി പ്രസംഗിച്ചിട്ടുള്ളത്, ഇപ്പം ഞാൻ നടത്തുന്ന ഒന്നും പ്രസംഗമല്ല, നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് നബിദിനത്തിനാണ്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. നബിദിനത്തിനാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഞാൻ അമ്മാവൻ്റെ അടുത്താണ് പഠിച്ചത്. അമ്മാവൻ്റെ വിചാരം സ്കൂളിലാണ് പഠിക്കേണ്ടത്, മദ്രസയിൽ പഠിക്കേണ്ടതില്ല എന്നായിരുന്നു. സത്യം ഫൈസി സാർ ആയിരുന്നു. എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇപ്പോഴും ഓർക്കുന്നത്, അമ്മാവൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വലിയ പടം ഉണ്ടായിരുന്നു. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, വലിയ പടമായിരുന്നു അത്. ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഇങ്ങനെ ഒരു വെളുത്ത, അവരുടെ മുടി ഇങ്ങനെ ഇവിടെ വെളുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും കുഞ്ഞായിരിക്കും ഞാൻ അങ്ങനെ ഓർക്കുമായിരുന്നു. വലിയ പടം വെച്ചിരുന്നു. അതേ ഒരു ദേശീയ മുസ്ലിം എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മാവൻ. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഗംഭീരമായിരിക്കും. സത്യം, എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിൽ അമ്മാവൻ്റെ പങ്ക് തീർച്ചയായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ ഓർക്കുന്നു, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. പക്ഷെ അദ്ദേഹം മതം അങ്ങനെ കാര്യമായി പഠിക്കണമെന്ന അഭിപ്രായമുള്ള ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്രസയിൽ പോയിട്ടുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ എൻ്റെ അമ്മോനും വലിയ കാര്യമായിരുന്നു നബിദിനം. കാരണം എന്താ വെച്ചാൽ അന്നാണ് ഞാൻ പ്രസംഗിക്കുക. അപ്പം മൂപ്പര് മുന്നിൽ തന്നെ വന്ന് കുത്തിരിക്കും. അപ്പോൾ എനിക്ക് ഇസ്മായിൽ ഉസ്താദ് ഒരു പ്രസംഗം എഴുതി തന്നു. അത് ഇങ്ങനെ അന്ന് എഴുതി തരികയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്നിപ്പോൾ വാട്സാപ്പിൽ അയച്ചേക്കും ചെയ്യുക. അന്ന് എഴുതി തരികയാണ് ചെയ്യുക. എഴുതിയത് മറിച്ചും പിന്നെയും മടക്കിയും മുറിച്ചും വിയർപ്പ് പറ്റിയും അത് പല കഷ്ണങ്ങളായി പോയിരുന്നു. അത് കഷ്ണം ചേർത്ത് വെച്ചാണ് ഞാനത് കാണാതെ പഠിച്ചിരുന്നത്. അന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. നബിദിനത്തിന് പ്രസംഗിക്കേണ്ട കാര്യത്തിന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ റിഹേഴ്സലിൽ ഞാനത് ആ പ്രസംഗം നടത്തി. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും അത്. കുടൽമാല വലിച്ചിട്ടു നബി തങ്ങൾ സുജൂദിലിരിക്കെ, സാഷ്ടാംഗ പ്രണാമത്തിൽ നിൽക്കെ കുടൽമാല വലിച്ചിട്ടു, നിവരാനാകാതെ നബി തങ്ങൾ വിഷമിച്ചു എന്നൊക്കെയാണ് ആ പ്രസംഗത്തിലുള്ളത്. അപ്പം ഞാനത് വളരെ പ്ലെയിൻ ആയിട്ടാണ് പറഞ്ഞത്. കുഞ്ഞല്ലേ, പ്ലെയിൻ ആയിട്ടാണ് പറഞ്ഞത്, കാണാതെ പറയുന്ന പോലെയാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. എന്താ വെച്ചാൽ കൈയൊക്കെ എടുത്ത് പറയണം, കൈ കൊണ്ടൊക്കെ ആംഗ്യം കാണിക്കണം, അതുപോലെ മുഖത്തൊക്കെ ഒരു ഭാവം വേണം. ഭാവം എന്നാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കില്ല, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടാവും. നിബിതങ്ങൾ ഇങ്ങനെ എണീക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിഷമം എന്തിൽ വേണം, ഈ സംസാരത്തിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യം, ഇന്ന് നമുക്കറിയാം അത് കമ്മ്യൂണിക്കേഷൻ്റെ വലിയ പാഠമാണെന്ന്. പക്ഷെ അന്ന് ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലായി ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടി ആ പ്രസംഗം പറഞ്ഞതുപോലെ നടത്തി. കൈയൊക്കെ എടുത്തു, മുന്നിൽ അമ്മാവനിരിക്കുന്നു, ഇപ്പം ഇരിക്കുന്നു, നാട്ടിലെ വലിയ കാരണവന്മാരിയ്ക്കുന്നു, ഇതുപോലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇരിക്കുന്നു. അവരൊക്കെ നിൽക്കും. നമ്മൾ
ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ തോന്നുക? കണ്ണെല്ലാവരും ഇങ്ങനെ തുറച്ചു നിൽക്കണ തോന്നുക. നമ്മൾ ആദ്യം സ്റ്റേജിൽ കയറുന്ന ദിവസം നമുക്ക് എല്ലാവരും കണ്ണും ഇങ്ങനെയാണ് കാണുക. ഭയങ്കര പേടിയായിരിക്കും. ഈ വിറയൊക്കെ മാറ്റി, അന്ന് വിറതാങ്ങലൊന്നും ഇല്ല, സാധാരണ ഒരു മൈക്കാണുള്ളത്. അവിടെ ഈ കുഞ്ഞ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ചുമലിലുള്ള മേലുള്ള ഒരു ഷോൾ ആ കുഞ്ഞിനെ അണിയിച്ചു. എല്ലാവരും കാണുകെ ആ കുഞ്ഞിനെ ആ ഷോൾ അണിയിച്ചു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എൻ്റെ ചുമലിൽ ആ ഷോൾ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതവിടെ ഉണ്ട്. അതൊരു സർഗാത്മകമായ ആവിഷ്കാരമാണ്. ആ പ്രസംഗമല്ല, മറിച്ച് ആ ഉസ്താദ് നടത്തിയ അഭിനന്ദനം ആ കുഞ്ഞിനെ കാലങ്ങളോളം സംസാരിക്കാനും മനുഷ്യരോട് ഇടപഴകാനുമുള്ള ഊർജം പകരുന്ന സർഗാത്മകമായ ഒരു ആവിഷ്കാരമായിരുന്നു. അദ്ദേഹം ഒരു ക്രിയേറ്റീവായ ടീച്ചറാണ്. അദ്ദേഹം ഒരു ക്രിയേറ്റീവായ അധ്യാപകനാണ്. കാരണം ഇസ്മായിൽ ഉസ്താദിന്റെ പ്രസംഗം ആകർഷകമായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഇസ്മായിൽ ഉസ്താദ് ഒരു പാട്ടും പാടിയതായി ഞാൻ കേട്ടിട്ടില്ല. ഇസ്മായിൽ ഉസ്താദ് ചിത്രം വരച്ചിട്ടില്ല. പക്ഷെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ സർഗാത്മകമായ ആവിഷ്കാരമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കാരണം ആ കുഞ്ഞിനെ വളരെ ഗംഭീരമായി തൊട്ടു എന്നുള്ളതാണ്. ടച്ച് ചെയ്തു, മനസ്സിലേക്കാണ് അത് തൊട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സർഗാത്മകത എന്ന് പറയുന്നത് ഒരു അധ്യാപകന് ഉണ്ടാവേണ്ടതാണ്, ഒരു വിദ്യാർത്ഥിക്കുണ്ടാവേണ്ടതാണ്, ഒരു ഓട്ടോ ഡ്രൈവർക്കുണ്ടാവേണ്ടതാണ്. ഓട്ടോ ഡ്രൈവർ എല്ലാ കുഴിയിലും ചാടിച്ച് നിങ്ങളെ നോക്കി മുഴുവൻ കമൻ്റ് അടിച്ച് ആകെ എല്ലാ ട്രാഫിക് റൂളും തെറ്റിച്ചാണ് ആ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാൾ ഒരു സർഗാത്മകമായ ഡ്രൈവറേ അല്ല. മറിച്ച് എല്ലാ നിലക്കും നിങ്ങളെ സുരക്ഷിതമായി കൃത്യസമയത്ത് അമിത വേഗമില്ലാതെ എന്നാൽ ഇഴഞ്ഞുമല്ലാതെ നിങ്ങളെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു സർഗാത്മകമായ ഡ്രൈവറാണ് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ നാട്ടിലൊരു ജോഷി എന്ന് പറഞ്ഞ ഡോക്ടർ ജോഷി ഉണ്ട്. അവരെ കുറിച്ച് എൻ്റെ വല്യമ്മ പറയണത്, അയാളുടെ അടുത്ത് പോയ അസുഖം മാറുന്നതാണ്. അതെങ്ങനെ പോയ അസുഖം മാറുക? മരുന്ന് കുടിക്കാതെ എങ്ങനെയാണ് അസുഖം മാറുക? അദ്ദേഹം ആയിഷുമ്മയെ ഒന്ന് തൊടും, ഒന്ന് തഴുകും, ആ സ്റ്റെതസ്കോപ്പ് കൊണ്ട് അവരെ അവരോട് വിശേഷങ്ങൾ ചോദിക്കും, അവരോട് ചിരിക്കും, അവരുടെ കൈ പിടിക്കും, ഒന്ന് ഉഴിഞ്ഞു കൊടുക്കും. അപ്പോൾ ജോഷി ഡോക്ടർ എല്ലാവർക്കുമുള്ള MBBS അല്ല ജോഷി ഡോക്ടർ ഉള്ളത്. അദ്ദേഹത്തിന് ഒരു സർഗാത്മകമായ ഡോക്ടറാണ്. കാരണം എന്താ? മറ്റുള്ളവരിന്ന് പറഞ്ഞേരി വ്യത്യസ്തമായാണ് അദ്ദേഹം ആ ചികിത്സ നടത്തുന്നത്. എന്നെ തന്നെ പഠിപ്പിച്ച ടീച്ചർ ചന്ദ്രിക ടീച്ചർ ഞങ്ങൾക്കന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നു. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേരു ഞാൻ മറന്നുപോയി. നൈലോ, യൂഫ്രട്ടിസോ, യാങ്സിയോ, യമുനയോ, നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ. കഴലിൽ ചിറകുള്ളോർ, സഞ്ചാരപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. ഇന്ന് ഞാൻ ആ കവിത അത്രയും ഫുള്ള് ചൊല്ലും. കാരണം അത്രമേൽ ഇഷ്ടമുള്ള ടീച്ചറായിരുന്നു എനിക്ക് ചന്ദ്രിക ടീച്ചർ. അന്ന് കുട്ടികളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന ഇങ്ങനെയായിരുന്നു: മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോയി, യമുനയോ, നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണണം അവർ. അതിൽ ഷായുല്ല, ഷായുല്ല, ഒന്നുമില്ല. അപ്പോൾ ചന്ദ്രിക ടീച്ചർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കവിത നന്നായി ചൊല്ലുന്നത് കേൾക്കാം, മുസ്തഫ ചൊല്ലു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത്ര ഉയരം വന്നു. ഉയരമേ കൂടി. ദീർഘകാലത്തേക്ക് വായനയിലേക്കും സാഹിത്യത്തിലേക്കും മനുഷ്യനെ വലിച്ചടുപ്പിച്ച ഒരു വാക്കായിരുന്നു അത്. അവരത് മറന്നേ പോയിട്ടുണ്ടാവും. അതാണ് സർഗാത്മകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പാട്ട് പാടാനൊന്നും ഇല്ലല്ലോ എന്ന് കരുതുന്നില്ലെങ്കിൽ ഒരു ബേജാറും ആവണ്ട. നിങ്ങളൊരു സർഗാത്മകമായ വ്യക്തിയാവാൻ ഒറ്റപ്പണി ചെയ്താൽ മതി. മനുഷ്യർക്ക് അന്തസ്സ് കൊടുത്താൽ മതി. മനുഷ്യരോട് ഏറ്റവും മനോഹരമായി ഇടപഴകിയാൽ മതി. മനുഷ്യരോട് ജനാധിപത്യ ബോധത്തോടെ പെരുമാറിയാൽ മതിയാകും. അന്തസ്സ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മറ്റൊരാളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങൾ ദേവപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും ആയിത്തീരേണ്ടത് ഇത്തരം സർഗാത്മകമായ മനുഷ്യരായിട്ടാണ് നിങ്ങൾ ആവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഏത് മേഖലയിലെത്തിയാലും വൈവിധ്യങ്ങളെ അംഗീകരിക്കണം. ഒരാളും ഒരേപോലെ അല്ല.
എൻ്റെ തമ്പ് ഇംപ്രഷൻ വേറെയാണ്, ഫൈസിസ്താൻ്റെ തമ്പ് ഇംപ്രഷൻ വേറെയാണ്. ഞങ്ങൾ രണ്ടാളും എത്രമേൽ അടുത്താലും രണ്ട് വ്യക്തികൾ തന്നെയാണ്. ഞാനും എൻ്റെ അനിയനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ അനിയന് നേരത്തെ കിടന്നുറങ്ങണം, എനിക്കാണെങ്കിൽ വൈകുവോളം പിന്നെ ലൈറ്റ് ഇട്ട് വായിക്കണം. ഞങ്ങൾ ഒരേ കുടുംബത്തിനകത്ത് രണ്ടായി താമസിക്കുന്നു. ഒരേ കുടുംബത്തിനകത്ത് രണ്ട് മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്, രണ്ട് വ്യത്യസ്ത മനുഷ്യരായിട്ടാണ്. ലോകത്തുടനീളം നിങ്ങൾക്ക് ഈ വ്യത്യസ്തതകൾ കാണാൻ പറ്റും. പല വിഭാഗങ്ങളിലുള്ള മനുഷ്യരുണ്ടാവും, അതിൽ ദരിദ്രനുണ്ടാവും, ധനികനുണ്ടാവും, പലതരം ആളുകളുണ്ടാവും. ഈ പലമയെ, പലതരം മനുഷ്യരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സ് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളൊരു ഓഫീസിൽ കയറി കഴിഞ്ഞാൽ അവിടെ പ്യൂൺ ഉണ്ടാവും, ഡയറക്ടറും ഉണ്ടാവും. നിങ്ങൾ ഡയറക്ടർക്ക് വലിയ ബഹുമാനങ്ങളൊക്കെ കൊടുക്കും, നിങ്ങൾ പ്യൂണിനെ മൈൻഡ് ചെയ്യുകയില്ല. അതൊരു സർഗാത്മകമായ വ്യക്തിയുടെ ലക്ഷണമേ അല്ല. നിങ്ങളുടെ സമൂഹത്തിലെ താഴെ എന്ന് നിങ്ങൾ കരുതിയവർക്കാണ് നിങ്ങൾ കൂടുതൽ പങ്കു കൊടുക്കേണ്ടത് എന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെ എത്തിയാലും, ഏത് വലിയ സയൻറ്റിസ്റ്റ് ആയാലും, എത്ര വലിയ ഉദ്യോഗത്തിൽ ആയാലും, എത്ര വലിയ ഉന്നതങ്ങളിൽ ദേവാരംഗത്ത് എത്തിക്കഴിഞ്ഞാലും ഈ സർഗാത്മകതയുടെ പാഠം നിങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. ഓരോ മനുഷ്യനും അന്തസ്സുണ്ടെന്നും ഓരോ മനുഷ്യനിലും ഒരു വ്യക്തിത്വം ഉണ്ടെന്നും അംഗീകരിച്ച് പോവുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം ഒരു വിഷയം മനസ്സിലാവില്ല, പക്ഷെ എന്നാലും കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ അന്തസ്സ് കൊടുത്തോണ്ടിരുന്നാൽ ഉറപ്പ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 21 എന്നൊരു വകുപ്പുണ്ട്, നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ മനസ്സിലാവും. ആർട്ടിക്കിൾ 21 സത്യത്തിൽ റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം എന്നാണ് അതിൻ്റെ പേര്. ജീവിക്കാനുള്ള അവകാശം. അത് വിശദീകരിച്ച് പോകുമ്പം സുപ്രീം കോടതി തന്നെ അതിൻ്റെ ഒരു വിശദീകരണത്തിൽ പറയുന്നുണ്ട്, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് പറയുന്നത്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് നിങ്ങൾക്ക് സാമൂഹിക ബോധം വേണം, ചരിത്രബോധം വേണം, തീർച്ചയായും ഒരു മൂല്യബോധം വേണം. ഈ 3 കാര്യങ്ങൾ വേണം. എന്താണ് സാമൂഹിക ബോധം എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലേ? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താ? ഈ മൈക്കുള്ളത് കൊണ്ടാ? അല്ല. ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാ? അല്ല. പിന്നെ എന്തുകൊണ്ടാ? നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കണ്ണാടിക്കുമ്പിലാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ ഭാര്യ പറയും, ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പം കൊണ്ടുപോയാൽ ശരിയാവും എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ വട്ടാണത് ഇല്ലേ? എൻ്റെ കണ്ണാടിക്കുമ്പിലാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ വട്ടാണത്. അപ്പോൾ പ്രസംഗം എന്ന് പറഞ്ഞൊരു ഡിസ്കോഴ്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് സദസ്സ് വേണം. ഡോക്ടർ ഉണ്ടായിരിക്കണമെങ്കിൽ രോഗി വേണം, വക്കീൽ ഉണ്ടായിരിക്കണമെങ്കിൽ വക്കാലത്ത് കൊടുക്കാൻ ആൾ വേണം, ഈ അധ്യാപകരൊക്കെ ഉണ്ടായിരിക്കണമെങ്കിൽ വിദ്യാർത്ഥി വേണം, നേതാവ് ഉണ്ടായിരിക്കണമെങ്കിൽ അനുയായി വേണമെന്ന് എല്ലാ നേതാക്കളും ആലോചിച്ചോളണം. ഞാൻ ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരാളുണ്ടാവും, ഉറപ്പാണ്. അല്ലാതെ എനിക്കുണ്ടാവാൻ കഴിയില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഈ മലയാള ഭാഷ ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല, എന്നോട് ആദ്യം സംസാരിച്ച മുഴുവൻ മനുഷ്യരുമാണ് തന്നിട്ടുള്ളത്. അതിൽ ജോസഫേട്ടുണ്ട്, കല്യാണിയെടുത്ത് എന്നെ വിളിച്ച പേര് ഒരുപക്ഷെ ഞാൻ മരിച്ചു കിടക്കും, എൻ്റെ ഡൈനിങ് ഹാളിൽ കിടക്കുമ്പോൾ, മരിച്ച് നിശ്ചലമായി കിടക്കുമ്പോൾ, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, ആ പേര് വിളിച്ചാൽ ഞാൻ കണ്ണ് വലിച്ചു തുറക്കാൻ ശ്രമിക്കും, കാത് കൂർപ്പിക്കും. അത്രമേൽ എനിക്കിഷ്ടമാണ് എന്നെ ചെറുപ്പത്തിൽ കല്യാണിയെടുത്ത് വിളിച്ച പേര്. കാരണം എനിക്ക് ഈ ഭാഷ തന്നത് ആര് എന്ന് ചോദിച്ചാൽ അവരെല്ലാവരുമാണ് തന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഉച്ചരിക്കുന്ന ഓരോ പദവും ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിലാണ്. അപ്പോൾ ഈ സാമൂഹിക ബോധം നമുക്ക് എപ്പോഴും വേണം. ഞാൻ എല്ലാം ഉണ്ടായിരിക്കുന്നത്, എൻ്റെ എല്ലാം ഉണ്ടായിരിക്കും, ഈ ബിൽഡിംഗ് ഉണ്ടായിരിക്കുന്നത്, നിങ്ങൾ ഈ പഠിക്കുന്ന സ്ഥാപനം ഉണ്ടായിരിക്കുന്നത്, നിങ്ങളുടെ സംഘടന ഉണ്ടായിരിക്കുന്നത്, ഈ ഉസ്താദുമാരൊക്കെ ഉണ്ടായിരിക്കുന്നത് കുറേ മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ടും സംഭാവന കൊണ്ടും പല നിലയിലുള്ള തേട്ടങ്ങൾ കൊണ്ടുമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന എല്ലാം ഈ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണം എന്ന് പറയണം. ഭയങ്കര ആശയാണത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് ആരുടെ സുഖത്തിനാവണം? തൊട്ടപ്പുറത്തുള്ള ആളുടെ സുഖത്തിന് കൂടിയാവണം. നിങ്ങളുടെ വീട്ടിൽ പാട്ട് വെക്കുന്നു, തൊട്ടപ്പുറത്തെ കുട്ടി SSLC പഠിക്കുന്നു, തെറ്റാണത്. കാരണം എന്താ? നിങ്ങൾ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റവന്റെ സുഖത്തിനാവുന്നില്ല എന്നുള്ളതാണ്. അതാണ് നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് വയറ് നിറച്ചുണ്ണാനുള്ള ഉപാധി എന്താണ്? നിങ്ങൾക്ക് പുള്ളി പ്ലേറ്റ് ഉണ്ട് എന്നതല്ല, നിങ്ങൾക്ക് നല്ല ഭക്ഷണം വാങ്ങാൻ പണമുണ്ട് എന്നതല്ല, മറിച്ച് തൊട്ടപ്പുറത്തുള്ളയാൾ പട്ടിണി കിടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു നിബന്ധനയാണ്.
നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളയാൾ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവൂ വയർ നിറച്ചുണ്ണാൻ പാടുള്ളൂ എന്ന ബോധത്തിൻ്റെ പേരാണ് സാമൂഹിക ബോധം എന്ന് പറയണത്. മനസ്സിലാവുണ്ടോ? ഇപ്പം ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു സഹാബി കളിയാക്കി കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. കറുമ്പിയുടെ മകനെ, അത്ര വലിയൊരു പ്രശ്നമാണെന്ന് തോന്നില്ല അന്ന് അക്കാലത്ത്, അത് കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നബിതങ്ങളുടെ മുഖം ചുവന്നു പോകുന്നത്. നബിതങ്ങൾ അങ്ങനെ ഭയങ്കരമായി ദേഷ്യം പിടിക്കൊന്നുമില്ല, മുഖം ചുവന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിന്നിൽ നിന്ന് ജാഹിലിയത്തിന്റെ അംശം ഒഴിഞ്ഞു പോയില്ലേ എന്ന്. ഓ, എന്തൊരു വാക്കാണത്! നിസ്കരിക്കാത്തതിനല്ല ചോദിച്ചത്, നോമ്പ് കൊൽക്കാത്തതിനല്ല ചോദിച്ചത്, ഹജ്ജ് ചെയ്യാത്തതിനല്ല ചോദിച്ചത്, മറിച്ച് കറുമ്പിയുടെ മകനെ എന്നൊരു വാക്കുച്ചരിച്ചതിനാണ് ചോദിച്ചത്. നിന്നിൽ നിന്ന് ജാഹിലിയത്തിന്റെ അംശം ഒഴിഞ്ഞു പോയില്ലേ? ജാഹിലിയത്തി എന്ന് പറഞ്ഞാൽ ഇരുണ്ട കാലമാണ്. ഇരുണ്ട കാലത്തിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നീ ഒരാളെ നിറം കൊണ്ട് കളിയാക്കുന്നത് എന്ന് പറയാൻ മാത്രം ഉജ്ജ്വലമായ സാമൂഹിക ബോധമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മതം നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അന്തസ്സ് കൊടുക്കാതിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉറപ്പായിട്ടും ഈ സാമൂഹിക ബോധം എപ്പോഴും എവിടെ ചെന്നാലും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ദേവാപ്രവർത്തകർക്കൊന്നും ലഘുലേഖ കൊടുക്കേണ്ടി വരാതിരുന്നത്, ആർക്കും പ്രത്യേക പ്രസംഗം നടത്തേണ്ടി വരാതിരുന്നത്. അവരൊക്കെ മനസ്സുകൊണ്ടും അറിഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ തന്നെ ആളുകൾ അവരെ കൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദേവാപ്രവർത്തകരായിരിക്കുമ്പോൾ ഈ ഉയർന്ന സാമൂഹിക ബോധം എല്ലായ്പ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തീർച്ചയായും ചരിത്രബോധമാണ്. എന്താണ് സർ ചരിത്രബോധം? അത് പാനിപ്പത്ത് യുദ്ധം ഇന്ന വർഷം തുടങ്ങിയെന്നാണോ ചരിത്രബോധം? അല്ല, നിങ്ങളുടെ മുൻ തലമുറ എങ്ങനെ കഴിഞ്ഞു എന്ന് അറിയുന്നതിൻ്റെ പേരാണ് ചരിത്രബോധം. യഥാർത്ഥത്തിൽ എൻ്റെ ഉപ്പ വാഴയുടെ കല്ല് അരിഞ്ഞിട്ട് കഴിച്ചിരുന്നു. വാഴയുടെ കല്ലാന്ന് പറഞ്ഞാൽ ഏത് ഭാഗം? അടിഭാഗമാണ് അല്ലെ? അടിഭാഗമാണ്. അതിൻ്റെ കല്ല് അരിഞ്ഞിട്ട് കഴിച്ചത് എന്തിനാണ്? എന്തുകൊണ്ടാണ്? ഡയറ്റിങ്ങിന് വേണ്ടിയാണ്? അല്ല. എന്തുകൊണ്ടാണ്? പട്ടിണി. ഷുഗർ ഉണ്ടായിട്ടാ? പക്ഷെ എന്താണ്? വിശന്നിട്ടാണ്. പട്ടിണി എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. പൂളയുടെ തോടടിഞ്ഞിട്ട് കഴിച്ചിരുന്നു. പൂള വണ്ടി വന്നിട്ട് അതിൻ്റെ പൊട്ടുകൾ എടുത്ത് കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിക്കൻ കബാബ് കഴിക്കണതിന് കുഴപ്പമില്ല, പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പട്ടിണിയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മൾ ഉണ്ടാവണം. നമ്മൾ കാറിൽ പോകരുത് എന്ന് പറയുന്നത് ചരിത്ര തീവ്രവാദമാണ്. മറിച്ച് കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നടന്ന് കാല് വിണ്ടുപോയ മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതിനാണ് ചരിത്രബോധം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മെ നയിക്കുന്ന മൂല്യബോധം ഉണ്ടാവണം. ഞാനൊരു അങ്ങാടിയിൽ ചെന്നൊരു വേണ്ടാത്തരം ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, പടച്ചോനെ എൻ്റെ ബാപ്പ എന്ത് വിചാരിക്കും, എൻ്റെ ഉസ്താദ് എന്ത് വിചാരിക്കും, എൻ്റെ മതത്തിലുള്ളവൻ എന്ത് വിചാരിക്കും, എൻ്റെ നാട്ടുകാരെന്ത് വിചാരിക്കും. ഇതൊക്കെ നമുക്ക് കുറേ മൂല്യബോധം ഉണ്ടാക്കുന്നുണ്ട്. ഈ മൂല്യബോധമാണ് നമ്മളെ വേണമെങ്കിൽ വാഷിംഗ്ടൺ DC പോയാലും നമ്മൾ നയിക്കുന്നത്. അവിടെ ഒരു വേണ്ടാത്തരം കാണുമ്പോഴും, അവിടെ ഒരു മതാലസകൾ നൃത്തമാടുമ്പോഴും, അവിടെ മദ്യചഷകങ്ങൾ ഉയരുമ്പോഴും ഞാനില്ല അതിനൊന്നുമെന്ന് വളരെ കൃത്യമായി നോ പറയാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മിലേക്ക് നിറച്ചു വെച്ച മൂല്യം ഉള്ളത് കൊണ്ടാണ്. ആ മൂല്യബോധവും നമ്മെ നയിക്കേണ്ടതാണ്. ഇതെല്ലാം നയിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വായന ആവശ്യമാണ്. നമുക്കൊരു ജന്മത്തിൽ എത്രയിടത്ത് പോകാൻ പറ്റും? ഞാനിപ്പോൾ 3 രാജ്യങ്ങളിൽ പോയിട്ടുള്ളൂ. ചുരുങ്ങിയ സ്ഥലത്ത് ഈ ലോകവിശേഷമൊക്കെ എഴുതുന്ന ഞാൻ എന്ന് വിചാരിക്കുന്ന ഞാൻ തന്നെ 3 രാജ്യങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. US പോയി, അങ്ങനെ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. വളരെ 3 മാക്സിമം പോയ 4. ഇപ്പോൾ ഇറങ്ങി നമ്മൾ എന്താ പറയുക, കണക്ഷൻ ഫ്ലൈറ്റിന് ഇറങ്ങിയ സ്ഥലം കൂട്ടിയാണെങ്കിൽ 4-5 അത്ര രാജ്യങ്ങൾ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. എങ്ങനെ പിന്നെ ഈ രാജ്യത്തൊക്കെയുള്ള മനുഷ്യരെ നമ്മൾ അറിയും? നമ്മളറിയാത്ത ലോകങ്ങളെ നമ്മൾ അറിയാൻ മറ്റെന്തു വഴിയാണുള്ളത്? തീർച്ചയായും വായിക്കുക മാത്രമാണ് അതിന് വഴി എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് വിഷയം പഠിച്ചാലും നിങ്ങൾ സിലബസിന് പുറത്തേക്ക് വായിക്കണം, ദീർഘമായി വായിക്കണം. ഇപ്പോഴത്തെ പഠന രീതി തന്നെ അങ്ങനെയാണ്. നിങ്ങളൊരു സിലബസിൽ വായിച്ചു പോകുമ്പം അതിൻ്റെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ വായിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഉറപ്പായി നിങ്ങൾ അങ്ങോട്ട് പോകണം. ഒരു പുസ്തകം വായിച്ചാൽ നിങ്ങൾ അവിടെ നിൽക്കില്ല, അടുത്ത പുസ്തകത്തിലേക്ക് പോകും. വായന ഒരിക്കലും ചുരുങ്ങൂല്ല, അത് വിശാലമാവുകയുള്ളൂ. സാറിന് പോകാൻ സമയമുണ്ട്, ഞാൻ നിർത്തുകയാണ്. കുറച്ചുകൂടി ദീർഘമായ വായനയിലേക്ക് നിങ്ങൾ പോകണം. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അറിവ് അനുഭവമായി മാറും. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വെൽഹം റോൺസൺ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ എന്താണ്? സർ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ സർ മക്മോഹൻ രേഖ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ പഠിക്കാനാവുന്നില്ലത്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ എങ്ങനെ ഉണ്ടായി? ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം നിങ്ങൾ വായിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായതില്ലേ, എന്തൊക്കെ സംഭവങ്ങളാണ് അന്നുണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് സർ റാഡ്ക്ലിഫിനെ സ്വന്തം കൂട്ടുകാരനെ പോലെ കൊണ്ടുനടക്കാൻ പറ്റും.
അല്ലേ? ഇവരൊക്കെ നിങ്ങളെ കൂട്ടുകാരായി മാറും. ബഷീറൊക്കെ നിങ്ങളെ കൂടെ ഇങ്ങനെ നടക്കും, വൈക്കം മുഹമ്മദ് ബഷീർ. സുഹറൊക്കെ നിങ്ങളുടെ അടുത്തൊരാളായി മാറും. മജീദ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലേ? കുറേ മനുഷ്യർ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തോന്നും, അല്ലെ? നൈൽ ഡയറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് നൈലൊരു നദി, നീളം കൂടിയ നദി മാത്രമല്ല, അതൊരു ഉർവരമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചരിത്രമുറങ്ങുന്നൊരു നദിയാണെന്ന് മനസ്സിലാവും. വായന നിങ്ങളെ നല്ല ആനന്ദത്തിലേക്ക് നയിക്കും, ഇഷ്ടത്തിലേക്ക് നയിക്കും. നിങ്ങൾ പുതിയ തലമുറ വായിക്കുന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ എനിക്കില്ല, കാരണം നിങ്ങൾ പുതിയ രീതിയിൽ വായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളെയാണ് ഞാൻ. പുതിയ തലമുറ ഒന്നും കൊള്ളൂല എന്ന അഭിപ്രായം എനിക്കുള്ള ആളല്ല ഞാൻ. ഞങ്ങളുടെ തലമുറയേക്കാൾ എത്രയോ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് ഈ സ്ക്രീൻ ടൈമിൽ നിങ്ങൾ കൂടുതൽ ചെലവാക്കുന്ന പോലത്തെ പ്രശ്നങ്ങളാണ്. വായിക്കുന്നയാൾ തീർച്ചയായും എന്താണ്, സമുദ്രത്തിലെ മീനിനെ പോലെയാണ്. വായിക്കാത്തയാൾ കൂപമണ്ടൂകത്തിനെ പോലെയാണ്. എന്താണ്, കിണറ്റിലെ തവളയെ പോലെയാണ്. കിണറ്റിലെ തവളക്ക് എന്താ കുഴപ്പം? കിണറ്റിലെ തവളക്ക് എന്താ കുഴപ്പം? അതെന്താ വിചാരിച്ചിക്കണ്? ഇത് തന്നെ ഈ പൊട്ടക്കിണറാണ് ലോകം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മൂപ്പരിങ്ങനെ അവിടെ നിന്ന് എന്താണ് ഭയങ്കര നീന്തി കളിച്ചിട്ടൊക്കെ പറയും, ആഹാ എൻ്റെ ലോകം എത്ര വലുതാണ്. അപ്പൊ ഒരു മത്സ്യം അവിടെ വന്ന് വീഴും. അപ്പൊ മത്സ്യം പറയും, പുറത്ത് ഇളകിക്കൊണ്ടിരിക്കുന്ന സമുദ്രമുണ്ട്, അതിനൊപ്പ് രസമാണ്, ജീവി വൈവിധ്യങ്ങളുണ്ട്, നീന്തിയാലും നീന്തിയാലും തീരാത്തത്ര വലിപ്പമുണ്ട്. അപ്പൊ തവള പറയും, പുഴു അടിക്കാതെ എന്ന് പറയും, വിഡ്ഢിത്തം പറയാതെ ഇതിനേക്കാൾ വലിയൊരു ലോകമുണ്ടോ എന്ന് ചോദിക്കും. വായിക്കാത്തവർ ഈ കൂപമണ്ടൂകങ്ങളാണ്, പൊട്ടക്കിണറ്റിലെ തവളകളാണ്. നിങ്ങൾക്ക് പൊട്ടക്കിണറ്റിലെ തവളയാവണോ, നിരന്തരം നീന്തിക്കൊണ്ടിരിക്കുന്ന മീനാവണോ എന്നതാണ് ചോദ്യം. ഏതാവണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഉസ്താദുമാർ, നിങ്ങളുടെ സ്ഥാപനം ഒക്കെ അതിന് വലിയ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ കലോത്സവം തന്നെ സത്യത്തിൽ വായിക്കാനും അറിയാനുമുള്ള പ്രചോദനമാണ് നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ കുറച്ചുകൂടി ജെന്റിൽമാനായ, കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയുള്ള, ജനാധിപത്യ ബോധമുള്ള, മനുഷ്യരോട് നിവർന്നു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകളായി മാറുകയാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രതിസന്ധിക്കുമുള്ള പരിഹാരം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വഖഫിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാമായിരുന്നു, അപ്പോൾ ഉസ്താദുമാരൊക്കെ കേട്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഫാഷിസത്തെ കുറിച്ച് പറയാമായിരുന്നു. അത്തരം ഒരു നെഗറ്റീവ്, ഒരു ബേജാറാക്കുന്ന കാര്യവും പറയാതിരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇത്രയും ലൈറ്റായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വേഗം ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത്, സയൻസ് പഠിക്കുന്നവർ എന്ന നിലക്ക് നിങ്ങളോട് ഞാൻ സംസാരിച്ച് തുടങ്ങിയത്, ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ ഒക്കില്ല എന്ന ബോധം കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഇളനീരിൻ്റെ ഉദാഹരണം പറഞ്ഞു, വെൽഹം റോൺജൻ്റെ ഉദാഹരണം പറഞ്ഞു. പിന്നെ നമ്മൾ മെല്ലെ സർഗാത്മകത എന്താണ് എന്നതിലേക്ക് പോയി. സർഗാത്മകതമല്ലാത്ത ക്ലാസ് മുറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ ഉസ്താദിനെ എനിക്ക് ഞാൻ പരിചയപ്പെടുത്തി, എൻ്റെ ടീച്ചറെ പരിചയപ്പെടുത്തി, ഡോക്ടറെ പരിചയപ്പെടുത്തി, ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെടുത്തി. അങ്ങനെയൊക്കെ മനുഷ്യരോട് മനോഹരമായി പെരുമാറുന്നതാണ് യഥാർത്ഥ സർഗാത്മകത. കൈ മുറിഞ്ഞിട്ടും നിർത്താതിരിക്കുന്ന മാത്സര്യമല്ല യഥാർത്ഥ സർഗാത്മകത എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നിട്ട് സർഗാത്മകത ഉണ്ടാവണമെങ്കിൽ 3 ബോധങ്ങൾ നമ്മൾ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അതൊന്ന് സാമൂഹിക ബോധമാണ്, 2 ചരിത്രബോധമാണ്, 3 മൂല്യബോധമാണ്. ഇതെല്ലാം നമ്മിൽ നിറയാൻ തീർച്ചയായും നമ്മൾ വിശാലമായ വായനയുള്ളവരാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ എന്നെ കേട്ടിരുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ ഞാൻ ഇനിയും സംസാരിക്കാൻ നിങ്ങളുടെ ദ്വാ നിങ്ങൾ എനിക്ക് വേണ്ടി